ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നൊരു പിമ്പിൾ കെയറിന്റെ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഫേസിൽ ഒരു പിമ്പിൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത് തുടുത്തിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ആ ഒരു പിമ്പിളിനെ മാത്രം ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമായിരുന്നു. കാരണം അത് ഫോക്കസ് ആവുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫേസിൽ ഇങ്ങനെ ലൈൻസ് കാണുന്നത് അതൊരു എനിക്ക് ചെറുപ്പം മുതലുണ്ട് കേട്ടോ. എൻ്റെ കണ്ണിൻ്റെ മുകളിലുണ്ട്, പിന്നെ നമ്മുടെ തുടേമയുണ്ട്, ചെറിയ ചെറിയ ഇങ്ങനെ റെഡും ബ്ലൂ ഒക്കെ ആയിട്ട് ലൈൻസ്. അത് സ്കിന്നിൻ്റെ ആണ് കേട്ടോ, വേറെ ഒന്നല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പിമ്പിളിനെ നമുക്ക് തുരത്താം എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ സ്കിൻ കെയർ റുട്ടീൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പിമ്പിൾ പൊട്ടാതെ നമുക്ക് പാട് വരാതെ മാറുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ. ദെൻ ഇത് നമ്മുടെ പിറ്റേ ദിവസമാണ്. നമുക്ക് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആ ഒരു പിമ്പിൾ ഇങ്ങനെ ഉണങ്ങിയിരിക്കണ കാണാം. ഇത് നമ്മുടെ ഫൈനൽ റിസൾട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പിമ്പിൾ നന്നായിട്ട് മാറി. ഓക്കെ, ഞാനിപ്പോൾ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ടാണ് കാണിക്കുന്നത്, പല ലൈറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ വേറൊരു ലൈറ്റും വെക്കാണ്ട് നമ്മൾ ഡേ ലൈറ്റിലാണ് നമ്മൾ ചെയ്തെടുക്കണേ കേട്ടോ വീഡിയോസ് ഫുള്ളായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ റെമഡി എന്താണെന്ന് നോക്കാം. നമുക്ക് ജോലിക്ക് പോകുന്നവർക്കും അതേപോലെ നമ്മുടെ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ മറ്റുള്ള കൂടുതൽ ഹോം റെമഡീസ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഫുൾ റുട്ടീനാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ടീ ട്രീ ഓയിലാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മുടെ ബോഡി ഷോപ്പിൻ്റെ ടീ ട്രീ ഓയിലാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വെക്കാം. നിങ്ങൾക്ക് ഏത് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ടീ ട്രീ ഓയിൽ എങ്ങനെ നമുക്ക് പിമ്പിള് മാർക്കൊക്കെ മാറാൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിലത്തെ മെയിൻ കണ്ടന്റ്. അപ്പോൾ നമുക്ക് ആദ്യം അലോവേര എടുക്കാം. നമുക്ക് ഫേസ് വാഷാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് വാഷിൽ വേണമെങ്കിൽ 2-3 ഡ്രോപ്സ് ഇത് ആഡ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഫേസ് വാഷ് പൗഡർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ ടീ ട്രീ ഓയിൽ 2-3 തുള്ളി ഉപയോഗിച്ചാൽ, നമ്മുടെ ടീ ട്രീ ഓയിലിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പിമ്പിൾ പൊട്ടാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതായത് പിമ്പിൾ ഇങ്ങനെ പൊട്ടി പഴുത്ത് വരാതെ അത് ഉണക്കാനായിട്ടുള്ള ഭയങ്കര കഴിവുണ്ട്. ഒരു 2 ഡ്രോപ്പ് ടീ ട്രീ ഓയിൽ നമ്മുടെ ഈ ഒരു അലോവേരയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇത് മാത്രമായിട്ട് നമുക്ക് അലോവേര ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഹണി കൂടി ആഡ് ചെയ്യാം. കാരണം ഹണി എന്ന് പറയുന്നതും നമ്മുടെ എന്താ പറയുക ബാക്ടീരിയാസിനൊക്കെ നശിപ്പിച്ച് സ്കിൻ നല്ല സ്മൂത്ത് ആവാനും പിന്നെ എന്തെങ്കിലും പാടൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു 1/4 സ്പൂണിൻ്റെ അടുത്തേക്ക് ഹണി. ഇതാണ് നമ്മുടെ അലോവേര ടീ ട്രീ ഫേസ് വാഷ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം തേൻ ചേർത്താൽ മതി. ചിലർക്ക് തേൻ അലർജി ഉണ്ട്. പിന്നെ ടീ ട്രീ ഓയിൽ എന്ന് പറയുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് ഇതൊരു തണുപ്പ്, അതായത് ഒരു ചെറിയ ഒരു പുകച്ചിൽ പോലെ ഉണ്ടാവും. അപ്പം ചില സ്കിന്നുകാർക്ക്, അതായത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ചിലപ്പോൾ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ അലർജി ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഇതൊരിക്കലും ഒറ്റയ്ക്ക് ഉപയോഗിക്കരുത് കേട്ടോ. എന്തെങ്കിലും ഒന്നിലും മിക്സ് ചെയ്തിട്ട് മാത്രമേ ടീ ട്രീ ഓയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിത് 3 ദിവസമാണ് ഈ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്തത്. 3 ദിവസം കൊണ്ട് തന്നെ എൻ്റെ പിമ്പിൾ കരിഞ്ഞു മാറിയിട്ടോ. അപ്പം നമ്മൾ ആദ്യം ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് രാവിലെ ഫേസും നമ്മൾ കഴുകണ്ടേ, നമ്മൾ എന്തെങ്കിലും ഒരു ഫേസ് വാഷ് ഇടണേ മുന്നേ. അപ്പം അതിന് പകരം ഞാൻ ജസ്റ്റ് റോസ് വാട്ടർ എടുത്തിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കിന്നൊന്ന്. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ടീ ട്രീ അലോവേര ഫേസ് വാഷ് എടുക്കാം. അത് നമ്മൾ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മൾ കഴുകി കളയാട്ടോ. പിന്നെ ഇതെങ്കിലും വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യാതിരിക്കുക കേട്ടോ. മറ്റുള്ള പല മെത്തേഡും ഉണ്ട് നമ്മുടെ പിമ്പിൾ മാറാനായിട്ടുള്ളത്. അത് ഏതെങ്കിലും ട്രൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പിമ്പിൾ പൊട്ടാതെ നമ്മൾ നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ പിമ്പിൾ പൊട്ടാതെ ശ്രദ്ധിച്ചാലാണ് അത് പൊട്ടിപ്പോവാതെ ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടീ ട്രീക്ക് നല്ലൊരു കഴിവുണ്ട് അങ്ങനെ പിമ്പിൾ പൊട്ടി പോവാതെ ഉണങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുമ്പോഴും ഭയങ്കര സ്മൂത്തായിട്ട്. പിന്നെന്ന് പറയുമ്പോൾ ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ തീരെ സ്ക്രബിങ് ഇല്ല, ഭയങ്കര എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള, അതേപോലെ ഭയങ്കരമായിട്ട് നമ്മുടെ ജെൽ കൺസിസ്റ്റൻസി ആയിട്ട് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല സ്ക്രബിങ് ഒന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് മസാജ് ചെയ്തിട്ട് ഇത് കഴുകി എടുക്കാം, വാഷ് ചെയ്യാം. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ രാവിലെയും വൈകുന്നേരം ചെയ്യാം. പിന്നെ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അലർജി ഉണ്ടോ നോക്കണേ കേട്ടോ. കാരണം അലോവേര അലർജി ഉണ്ടോ, അതുപോലെ ഗ്രീൻ ടീ ട്രീ ഓയിൽ അലർജി ഉണ്ടോ, അതേപോലെ ഹണി അലർജി ഉണ്ടോ, അതൊക്കെ നോക്കണേ. എന്താണെന്ന് വെച്ചാൽ പിമ്പിൾസ് കൂടാൻ പാടില്ലല്ലോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് റുട്ടീൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, അലർജി നോക്കണം. മുന്നേ തന്നെ തേനൊക്കെ ഉപയോഗിക്കുമ്പോൾ അലർജി ഉണ്ടോ, ടീ ട്രീ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് 2 ദിവസം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ട്രൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ലതാണ്. ഒരു 99% നമ്മുടെ പിമ്പിൾസിനെയും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ് ടീ ട്രീ. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പക്ഷെ അലർജി ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾ രാവിലെയും വൈകുന്നേരം
നേരം ഇത് വെച്ച് ഫേസ് വാഷ് ചെയ്യുക. പിന്നെ ടോണറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, സാധാരണ റോസ് വാട്ടറോ അല്ലെങ്കിൽ വെള്ളവും ഈ ടീ ട്രീ തന്നെ 2-3 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് ടോൺ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ റോസ് വാട്ടറാണ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ടീ ട്രീ തന്നെ 2 തുള്ളിയും അതേപോലെ ഒരു 4 തുള്ളി ടീ ട്രീക്ക് ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട്, അതായത് നോർമൽ വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ടോൺ ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ സ്പോട്ട് കറക്റ്റർ, അതായത് നമ്മുടെ ഈ പിമ്പിളോ അല്ലെങ്കിൽ മാർക്കോ ആണെങ്കിൽ അതിന്റെ സ്പോട്ട് കറക്റ്റർ ഉപയോഗിക്കാനാണ് പോണത്. ഓക്കെ, അപ്പോൾ സ്പോട്ട് കറക്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ മാത്രം ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ഫുള്ളായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, ഒരു മോയ്സ്ചറൈസർ പോലെ ഇടാം. പക്ഷെ ഞാൻ എൻ്റെ ഫേസിൽ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1/4 സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ അലോവേര ജെല്ലോ ഫ്രഷോ എടുക്കുക. അതിലേക്ക് ഒരു 3 ഡ്രോപ്പ് നമ്മൾ നമ്മുടെ ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ട് ഇത് നമുക്ക് കുറച്ചധികം റെഡിയാക്കിയിട്ട് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ആവശ്യം വരില്ല, ഇത് നമുക്ക് പുറത്ത് തന്നെ വെക്കാം. ഇങ്ങനെ അലോവേര ജെല്ലാണെങ്കിൽ പുറത്ത് തന്നെ വെക്കാം, ഫ്രഷ് ആണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ അത് ഇത്രയും വരും. നമുക്ക് ആകെ ഒരു പൊട്ട് മാത്രം മതി, നമ്മുടെ ഒറ്റ പിമ്പിളല്ല അപ്പോൾ അതുമ്മ വെക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് രാത്രിയും വൈകുന്നേരം നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പോട്ട് കറക്റ്റർ മാതിരി. അപ്പോൾ നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം. കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ ഫേസ് വാഷ് ചെയ്യുമ്പോഴൊക്കെ. കാരണം ആ ഒരു ടീ ട്രീയുടെ ഒരു എന്താ പറയുക, തണുപ്പില്ലേ, ചെറിയൊരു തണുപ്പ് നമുക്ക് നല്ല അങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല തണുപ്പ് വരുന്നുണ്ട്. ദെൻ നമ്മൾ വേണ്ടത് സ്പോട്ട് കറക്റ്ററാണ്. ഇത് നമുക്ക് നമ്മുടെ പിമ്പിൾ മാർക്കും പിമ്പിൾസ് ഉള്ളിടത്ത് മാത്രം ഇടാം, ഇല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് ഇടാം. പക്ഷെ എപ്പോഴും നമ്മൾ അലർജി ടെസ്റ്റ് നോക്കണം കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോണത് എൻ്റെ ഈ ഒരു ഇവിടെ മാത്രമേ ഇടുന്നുള്ളൂ, കാരണം ഇവിടെയാണ് പിമ്പിൾ ഉള്ളത്. സ്പോട്ട് കറക്റ്റർ മാതിരി നമ്മൾ ഇവിടെ മാത്രമേ ഇടുന്നുള്ളൂ. ഇത് ജസ്റ്റ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അലോവേര അബ്സോർബ് ആയിട്ട് ഈ ഒരു മിക്സ് അബ്സോർബ് ആവും. അതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു മോയ്സ്ചറൈസർ എന്തായാലും ആഡ് ചെയ്യണം, അപ്ലൈ ചെയ്യണം. കാരണം നന്നായിട്ട് സ്കിൻ ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ നമ്മുടെ നിലാസ് ഹെർബ്സിന്റെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ആ സ്പോട്ട് കറക്റ്റർ ഉപയോഗിച്ചത് ഒന്ന് അബ്സോർബായി ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ ഇടുക. അതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ മോർണിംഗ് റുട്ടീൻ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ ടീ ട്രീയുടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് വാഷ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി 2-3 ഡ്രോപ്പ് ടീ ട്രീ ആഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാം. നമ്മുടെ ഏത് ഫേസ് വാഷിൻ്റെ കൂടെയും ടീ ട്രീ ഓയിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ നീം ഫേസ് വാഷാണ്, അതിലെല്ലാ പിമ്പിളിൻ്റെയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പിന്നെ വേറെ ഫേസ് വാഷ് അത് ഇങ്ങനെ ഒന്നും ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേസ് വാഷ് കാണിച്ചത്, അലോവേര ഫേസ് വാഷ്. അടുത്തത് നമ്മളൊരു നൈറ്റ് ഫേസ് പാക്ക് ആണ് ചെയ്യുന്നത്, പിമ്പിളിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി നമുക്ക് സാൻഡൽവുഡ് ആണ് വേണ്ടത്. അപ്പോൾ സാൻഡൽവുഡ് നമുക്ക് അങ്ങാടി ഷോപ്പുകളിലും ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ കിട്ടും. ഞാൻ ഉപയോഗിക്കുന്ന സാൻഡൽവുഡ് ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് നല്ലൊരു റിവ്യൂ ഒക്കെ നോക്കിയിട്ട് മേടിക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് അലോവേരയാണ്, സാൻഡൽവുഡ്, അലോവേര. അപ്പോൾ സാൻഡൽവുഡ് നമ്മുടെ എന്തെങ്കിലും മാർക്കോ അല്ലെങ്കിൽ പിമ്പിളിനൊക്കെ ലൈറ്റൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും, മാർക്കിനൊക്കെ ലൈറ്റൻ ചെയ്യാനായിട്ടും പിമ്പിളിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ദെൻ നമ്മുടെ ടീ ട്രീ ഓയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഒരിക്കലും നേരിട്ട് ടീ ട്രീ ഓയിൽ ഉപയോഗിക്കരുത്. ഇതുപോലെ ഫേസ് പാക്ക്, ഫേസ് വാഷ് അങ്ങനെയുള്ളതിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. ഒരു 2 ഡ്രോപ്സ് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഇടാം. നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ അലോവേരയിൽ ഈ പാക്ക് സെറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, നല്ലൊരു തിക്ക് ക്രീം പോലെ വരും. ഇത് നമ്മുടെ ഫേസിലേക്ക് നമ്മുടെ കാലത്ത് നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു ഹണി അലോവേര ടീ ട്രീ ഫേസ് വാഷ് ഇട്ട് കഴുകിയതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു ഉണങ്ങുന്ന വരെ നമ്മളൊരു അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് ഫുള്ളായിട്ട് ഇടാം, കാരണം ഫേസ് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഫേസ് ഫുള്ളായിട്ട് ഇടുന്നുണ്ട്, കാരണം സ്കിൻ ലൈറ്റനിങ്ങിനും ഈ ഒരു സാൻഡൽവുഡ് നല്ലതാണ്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം. അതായത് പിമ്പിളൊന്നും പൊട്ടി പോകരുത് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പരമാവധി പിമ്പിൾ പൊട്ടാതെ ശ്രദ്ധിക്കുക. നമ്മുടെ കൈ കൊണ്ടിട്ടോ ഫേസ് പാക്ക് ഇടുമ്പോഴോ അല്ലെങ്കിൽ തുടയ്ക്കുമ്പോഴോ ഒന്നും പൊട്ടാതെ ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഉണങ്ങിയിട്ടുണ്ട്, ഇതേ കണ്ടില്ലേ, അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നനച്ചു കൊടുക്കുക, റോസ് വാട്ടറോ അല്ലെങ്കിൽ വെള്ളം കൊണ്ട്. എന്നിട്ട് നമ്മൾ വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ, കാരണം പിമ്പിൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ പൊട്ടും. പതുക്കെ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുക. നമ്മൾ നന്നായിട്ടൊന്ന് റിമൂവ് ആക്കി എടുക്കുക കേട്ടോ. പിമ്പിളുമ്മ സ്ക്രബ് ആവാണ്ട്, അതായത് നമ്മൾ കഴുകുമ്പോൾ സൂക്ഷിച്ച് പിമ്പിൾ പൊട്ടാതെ എപ്പോഴും നമ്മൾ പിമ്പിൾ പൊട്ടിക്കാതിരിക്കുക, പരമാവധി ശ്രദ്ധിക്കുക കേട്ടോ, പൊട്ടിക്കാതിരിക്കാനായിട്ട്. പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഭയങ്കര ബ്ലാക്ക് മാർക്കായിട്ട് വരും. അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത് കേട്ടോ. എനിക്കൊക്കെ അങ്ങനെയാണ്, പിമ്പിൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം റെഡ് ആവുക ചെയ്യുക, അതിനുശേഷം അത് ബ്ലാക്ക് ആവും, പിന്നെ അങ്ങനെ കൊണ്ട് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം, നമുക്ക് കെയർ ചെയ്തിട്ട് വേണം നമ്മൾ റിമൂവ് ആക്കാൻ കേട്ടോ.
അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നമ്മൾ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി റിമൂവ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ടോണർ ചെയ്യുക. നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞ മാതിരി ടോണർ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മുടെ സ്പോട്ട് കറക്റ്ററാണ്. ഇപ്രാവശ്യം നമ്മൾ നന്നായിട്ട് നല്ല ക്വാണ്ടിറ്റി, അതായത് നല്ല എമൗണ്ട് തന്നെ ഇതും ഇട്ട് കൊടുക്കുക. കാരണം വൈകുന്നേരം ആകുമ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് ഫുള്ളായിട്ട് ഇടണമെങ്കിൽ ഇടാം മോയ്സ്ചറൈസർ പോലെ, ഇല്ലെങ്കിൽ ഇവിടെ മാത്രം. അപ്പം ഞാൻ ഇവിടെ മാത്രം ഇടുന്നുള്ളൂ. ബാക്കി സ്ഥലങ്ങളിൽ നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക രാവിലെ ചെയ്ത മാതിരി തന്നെ. ഓക്കെ, ഞാനിപ്പോൾ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് രാവിലെ ഞാൻ കാണിച്ചൊന്നുമില്ല എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് ഞാനിവിടെ അങ്ങനെ ഇതുമ്പോൾ തൊടാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് മാത്രം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് അബ്സോർവ് ആവാൻ വെയിറ്റ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇടണം കേട്ടോ. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ബോറാവണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കാണിക്കണമെന്ന് മാത്രം. ഹലോ, അപ്പം ഞാൻ നമ്മുടെ കാലത്ത് തന്നെ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് നേരെ വരികയാണ് നമ്മുടെ അപ്ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ പിമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഞാൻ കാണിച്ചു തരാം, അടുപ്പിച്ച് കാണിച്ചു തരാം. പിമ്പിൾ ഇതാണ്, നല്ല മഞ്ഞ കളറിൽ പഴുത്തിരുന്നതാണ്. ഇതുവരെ പൊട്ടിയിട്ടില്ല ആ പിമ്പിള്. ഞാനൊന്നും ചെയ്തിട്ടുമില്ല. നമ്മുടെ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ നേരെ അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ആ പിമ്പിളിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത് സ്കിന്ന് ഉണങ്ങിയിട്ട് സ്കിന്നിങ്ങനെ ഉണങ്ങി നിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുതിർന്ന് കഴിഞ്ഞാൽ പീലായി പോവും. അപ്പം നമ്മളതിങ്ങനെ പൊളിച്ച് കളയരുത്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മളത് നനയുകയും നമ്മൾ ഫേസ് ഇങ്ങനെ വാഷ് ചെയ്യില്ല സമയത്ത് തന്നെ അറിയാതെ അടർന്നു പോവും. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്പൺ പോൾസും അതുപോലെ പാടൊന്നും ഇല്ലാണ്ട് നമ്മുടെ സ്കിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ നാച്ചുറലി കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഡേ 1 ആണ്. നമ്മുടെ പിമ്പിൾ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക മഞ്ഞ കളറായിട്ട് ഏകദേശം പൊട്ടാറായ മാതിരി ഇരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഡേ 2. പിമ്പിള് നന്നായിട്ട് കരിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് കരിയ മീൻസ് ഉണങ്ങിയിരിക്കുകയാണ്. അത് ഇനി സ്കിന്നൊന്ന് പീലാവാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫേസിൽ സൺസ്ക്രീൻ ഒക്കെ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിരിപിരിരാന്നിരിക്കുന്ന യെല്ലോ വൈറ്റ് അടിച്ച മാതിരി. പിന്നെ എൻ്റെ സ്കിന്നിൽ ചെറിയ റെഡ്നെസ് ഉണ്ട്, അത് ഓൾറെഡി ഉള്ളതാണ്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഇത് ഡേ 3 ആണ്, ലാസ്റ്റ് ഡേ. നമ്മുടെ സ്കിന്നിലത്തെ ആ ഒരു പിമ്പിളിൻ്റെ ആ ഒരു എന്താ ഉണങ്ങിയിരുന്നത് പീലായി പോയി. നമുക്ക് ക്ലോസ് ആയിട്ട് തന്നെ കാണാം. ഇതാ കണ്ടില്ലേ പോയി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ റിസൾട്ട് പറയാൻ മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. മറക്കാതെ അലർജി ടെസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ലവ് യു ഓൾ.